ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഇതൊരു ഷുഗർ ഫ്രീ ആൻഡ് കാലറി ഫ്രീ സ്വീറ്റാണ്. ഇത് ഡയബറ്റീസ് ആൾക്കാർക്കും ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും പറ്റിയ ഒരു സ്വീറ്റാണ്. കുറേ നട്ട്സ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. വീഡിയോ മുഴുവൻ കാണണം. Please like, comment and share. If you are new to my channel, please subscribe and press the bell icon to get all my new updates. ഇനി റെസിപ്പിയിലേക്ക് പോകാം. ആവശ്യമുള്ള സാധനങ്ങൾ: ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ സീഡ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് 1 കപ്പ് വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സ്, പിന്നെ 1 ക്വാർട്ടർ കപ്പ് ആൽമണ്ട്സ്, ക്വാർട്ടർ കപ്പ് പിസ്ത ആൻഡ് ക്വാർട്ടർ കപ്പ് കാഷ്യൂസ്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയിട്ട് വേണം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും വേണം. ഇനി കുരു കളഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ഡേറ്റ്സിനെ മിക്സി ജാറിലോട്ട് ചേർത്ത് കോഴ്സ് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വെക്കണം. ഒരു പാൻ ചൂടാക്കി അതിൽ 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് അത് നല്ലോണം മെൽട്ടായതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ നട്ട്സിനെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള നട്ട്സ് നല്ലോണം ക്രിസ്പി ആവുന്ന വരെ റോസ്റ്റ് ചെയ്യണം. ഈ പ്രോസസ്സ് മുഴുവൻ മീഡിയം ഹീറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നട്ട്സ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് സെയിം പാനിൽ 1 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സിനെയും ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഈ നട്ട്സിൻ്റെ കൂടെ ചേർത്ത് മാറ്റി വെക്കണം. ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കോഴ്സായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ഡേറ്റ്സിനെയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നല്ലോണം വഴറ്റി കൊടുക്കണം. ഈ ഡേറ്റ്സ് അരയ്ക്കണ സമയത്ത് നല്ലോണം മഷി പോലെ അരച്ചെടുക്കാണ്ട് ഒരു ചെറിയൊരു തരിതരിപ്പുള്ള പോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ്സ് നല്ലോണം ചൂടിൽ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും പോപ്പി സീഡ്സും ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സായി കൊടുക്കണം. ഇത് നല്ലോണം മിക്സായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഏലക്ക ചേർക്കണ സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ നല്ലോണം വഴണ്ട് പാനിൽ ഒട്ടാണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. ഇത് ഇളം ചൂടോടെ കൂടി ഉള്ളപ്പോൾ തന്നെയാണ് നമ്മൾ ഷേപ്പാക്കി എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ വല്ലാണ്ടങ്ങ് ഇറുകിപ്പോകും. ഈ ഡേറ്റ്സും നട്ട്സും കൂടിയിട്ടുള്ള മിക്സിനെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിൽവർ ഫോയിൽ എടുത്ത് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സൈസിന് കട്ട് ചെയ്തെടുത്ത് വെക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിനെ ഈ സിൽവർ ഫോയിലിലേക്ക് മാറ്റി ഷേപ്പാക്കി എടുക്കണം. ഈ മിക്സ് റൂം ടെമ്പറേച്ചറിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇളം ചൂടുള്ളപ്പോഴേ നമുക്ക് ഇതിനെ ഷേപ്പാക്കി എടുക്കേണ്ടതാണ്. ഇങ്ങനെ ഈ മിക്സിനെ നമ്മൾക്ക് ഈ ഫോയിലിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കയ്യിലിത്തിരി ലേശം ഒന്ന് എണ്ണ പുരട്ടി കൊടുത്ത് ഇതുപോലെ റോൾ ചെയ്ത് ഒരു ഷേപ്പാക്കി മാറ്റിയെടുക്കണം. എന്നിട്ട് സിൽവർ ഫോയിൽ വെച്ച് നല്ലോണം ഇങ്ങനെ ചുരുട്ടി കൊടുത്ത് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ ടൈറ്റായിട്ട് നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റോളിനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 2 അവേഴ്സിന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. 2 മണിക്കൂറിന് ശേഷം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നല്ലോണം സെറ്റായതുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചുറ്റിയിട്ടുള്ള ഈ സിൽവർ ഫോയിലിനെ മാറ്റിയെടുത്ത് കളഞ്ഞേക്കാം. നല്ല അടിപൊളി ടേസ്റ്റും സൂപ്പർ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്വീറ്റ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് കഴിക്കാൻ പറ്റും. നട്ട്സൊക്കെ കുറേ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയതായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. Once again, thanks for watching. See you in my next video with my new recipe. Until then, take care. Bye.